വൈപ്പിൻ ഫോർട്ട് കൊച്ചി റോറോ ജങ്കാർ സർവീസിലെ യാത്രാക്ലേശത്തിന് പരിഹാരം തേടിയുള്ള ജനകീയ പ്രതിഷേധം ശക്തമാകുന്നു. ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയും റോറോ പാസഞ്ചേഴ്സ് അസോസിയേഷനും സംയുക്തമായി വൈപ്പിനിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ സമ്മേളനം ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ ജെ മാമ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. വൈപ്പിൻ ഫോർട്ട് കൊച്ചി റൂട്ടിൽ സർവീസ് നടത്തുന്ന റോറോ ജങ്കാർ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയും റോറോ പാസഞ്ചേഴ്സ് അസോസിയേഷനും സംയുക്തമായി വൈപ്പിനിൽ പ്രതിഷേധ കൂട്ടായ്മ സമ്മേളനം സംഘടിപ്പിച്ചു. ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ ജെ മാമ്പിള്ളി പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മനുഷ്യജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരവസ്ഥയിലാണ് 11 പേരുടെ നമ്മുടെ സുഹൃത്തുക്കളുടെ ജീവൻ പൊലിഞ്ഞത്. നമുക്കറിയാം, ഇപ്പോൾ നിലവിൽ 2 ജങ്കാർ ഈ മിനിയാന്ന് മുതലാണ് 1 ജങ്കാർ ഓടിത്തുടങ്ങിയത്. 1 ജങ്കാറിലാണ് താലൂക്ക് ഓഫീസിൽ പോകേണ്ടവരുണ്ട്, മത്സ്യബന്ധന മേഖലയിലുള്ള വാഹനങ്ങൾ അക്കരയ്ക്ക് കടക്കണം, അക്കരെയുള്ളവർക്ക് ഇപ്പുറത്തേക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ വരണം. എടക്കൊച്ചി മുതൽ മുനമ്പം മുതലുള്ള ആളുകളെല്ലാം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ വരണം ഇവിടെ. അപ്പോൾ ഏത് തലത്തിൽ നോക്കിയാലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന അവർക്ക് യാത്രാ സൗകര്യം ചെയ്തു കൊടുക്കേണ്ടത് സർക്കാരാണ്. റോറോ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ജനറൽ കൺവീനർ ജോണി വൈപ്പിൻ പ്രതിഷേധ കൂട്ടായ്മയിൽ അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ കേരള പ്രതികരണ സമിതി ചെയർമാൻ NG ശിവദാസ്, ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി നേതാക്കളായ ജോസഫ് നരിക്കുളം, ജോസഫ് കിഴക്കേടൻ, MA സേവിയർ, ജോസി ചാക്കാലക്കൽ, റോസ്ലി ജോസഫ്, TP സെബാസ്റ്റ്യൻ, തോമസ് പവത്തിത്തറ, TK മണി, ടൈറ്റസ് പൂപ്പാടി, റോറോ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളായ പാട്രിക് പണിക്കശ്ശേരി, റോബിൻസൺ ജോർജ്, PM ജെയിംസ് എന്നിവർ സംസാരിച്ചു. 45 വർഷം പഴക്കമുള്ള പഴയ പീഞ്ഞപ്പലക പോലത്തെ ഒരു ബോട്ടായിരുന്നു ഇവിടെ ആ 2 എണ്ണം ഓടിക്കൊണ്ടിരുന്നത്. അതിങ്ങനെ ഒരു ഫിഷിംഗ് ബോട്ട് വന്ന് ഇടിച്ചു. ആ ബോട്ട് പോലും ഉണ്ടായിരുന്നില്ല ഒക്കെ എടുക്കാനായിട്ട്. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു അപകടം നടന്നതിന് ശേഷം ഞങ്ങളെല്ലാം മുറവിളി കൂട്ടി വളരെയധികം ഒച്ചപ്പാടും ബഹളവും എടുത്ത് അങ്ങനെ ഒരു റോറോ വന്നു. ന്യൂസ് ബ്യൂറോ, പറവൂർ. അതെ മാമേ, നമ്മുടെ ആൻസി കൊച്ചിന്റെ കല്യാണമായിട്ട് വന്നാണ്. സ്വർണ്ണം എടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ കൊച്ചന്റെ കടയിൽ നിന്ന് സ്വർണ്ണം എടുത്തൂടെ? ഏത് കൊച്ചന്റെ കട? നോക്ക്, സ്വർണ്ണം എടുക്കാൻ പോയില്ലേ ആ കട. പറവൂർ ഗോൾഡ് ജ്വല്ലറി, നോർത്ത് പറവൂർ.